നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിന്റെ അതിർത്തി പട്ടണങ്ങളിലൊന്നായ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന സസ്പെൻഷൻ ബ്രിഡ്ജ് അഥവാ തൂക്കുപാലം കാണുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജനുവരി മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയാണെങ്കിലും നല്ല ചൂടുണ്ട് പുനൂർ പട്ടണത്തിൽ. ചരിത്രം ധാരാളം പറയാനുള്ള ഈ പാലത്തിലേക്കാണ് എൻ്റെ ക്യാമറ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. 1871 തുടങ്ങിയ പണി 1877 പൂർത്തിയായത്. സ്കോട്ട്ലൻഡുകാരനായ ഹെൻറി എന്ന എഞ്ചിനീയറാണ് ഈ പാലത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. 2212 ദിവസം കൊണ്ട് ഏതാണ്ട് 250 ജോലിക്കാരാണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായത്. 400 അടി നീളവും 20 അടി വീതിയുമാണ് ഈ പാലത്തിനുള്ളത്. പാലത്തിന്റെ രണ്ട് സൈഡിലുമായി കടന്നു പോകുന്ന ചങ്ങലകളിലാണ് ഈ പാലത്തിന്റെ മൊത്തം വെയിറ്റ് നിൽക്കുന്നത്. പാലത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്ന ചങ്ങലകൾ ആ കാണുന്ന തൂണിലൂടെ കടന്നു വന്നിട്ട് ഈ കിണറ്റിലാണ് ബന്ധിച്ചിരിക്കുന്നത്. പാലത്തിന്റെ 4 വശവും സ്ഥിതി ചെയ്യുന്ന ഈ കിണറുകളുടെ അടിയിൽ ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റുകളിലാണ് ഈ ചങ്ങലകൾ ബന്ധിച്ചിരിക്കുന്നത്. ഇരുമ്പ് ദണ്ടുകളിൽ നല്ല കട്ടിയുള്ള തടി നിരത്തിയാണ് ഈ പാലത്തിന്റെ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന പുതിയ കോൺക്രീറ്റ് പാലം നിലവിൽ വരുന്നതുവരെ ഈ തടിപ്പാലത്തിലൂടെയായിരുന്നു പ്രധാനമായും വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്നത്. പാലത്തിന്റെ നടുവിലായി ഇങ്ങനെ 2 വലിയ തൂണുകളുണ്ട്. ഈ തൂണുകളിലൂടെയാണ് ഈ പാലത്തിനെ നിർത്തിയിരിക്കുന്ന ചങ്ങലകൾ കടന്നു പോകുന്നത്. ഉച്ചവെയിലിന് നല്ല ചൂടുണ്ടായിട്ടും ഈ പാലത്തിലൂടെ നടക്കുവാനും അതിലെ കാഴ്ചകൾ കാണുവാനും ധാരാളം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. കല്ലടയാറിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. രാജഭരണകാലത്ത് തൊട്ടടുത്തുള്ള കാടുകളിൽ നിന്നും വന്യമൃഗങ്ങളുടെ ശല്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ഈ പാലം ഉണ്ടാക്കിയതെന്നാണ് ചരിത്രം പറയുന്നത്. ഈ പാലം തൂങ്ങിക്കിടക്കുന്ന 2 സൈഡിലുമുള്ള ചങ്ങലകൾക്ക് ഒരു സൈഡിൽ 53 വളയങ്ങളാണുള്ളത്. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ തൂണിന്റെ മുകളിൽ ഈ പാലം പണി പൂർത്തീകരിച്ച വർഷം 1877 എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ചൂടുള്ള സമയങ്ങളിൽ പ്രഭാതത്തിലും അതുപോലെ വൈകുന്നേരങ്ങളിലുമാണ് ഈ പാലം സന്ദർശിക്കാൻ പറ്റിയ സമയം.
ഈ പട്ടണത്തിന്റെ ഭരണാധികാരികൾ ഈ പാലവും അതിന്റെ ചുറ്റുപാടുകളും ഒക്കെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത വട്ടം നിങ്ങളുടെ യാത്ര പുനലൂർ വഴിയാണെങ്കിൽ മറക്കാതെ ഈ തൂക്കുപാലത്തിൽ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടേ പോകാവൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ് ഫ്രം ബെൻസൺസ് ട്രാവൽസ്.